കൽപ്പനെ അമ്പലം കണ്ടു മോളെ. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു രാത്രി മുഴുവൻ അവൾ അവിടെ തനിച്ചിരിക്കുന്നത് ഓർത്തിട്ട് എനിക്ക് പേടി തോന്നും. അമ്മ പേടിക്കണ്ട, അവൾക്കൊരാപത്തും വരില്ല. നേരം വെളുക്കുന്നവരെ ഞാനും ഭഗവാന്റെ മുന്നിലിരിക്കാൻ പോവാ. നീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നന്മയൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. പിന്നെ നന്മ ഒരൊറ്റ എണ്ണം ഗതി പിടിക്കരുതെന്നാ ഇവളുടെ മനസ്സിലെ പ്രാർത്ഥന. അതെനിക്ക് നല്ലതുപോലെ അറിയാം. യശോദേ, യശോദേ, ഒന്നിങ്ങി വാ. എന്താണ് ഇതൊന്ന് നോക്കിയേ. ഇതാരാടി ഇവിടെ കൊണ്ടുവച്ചേ? എനിക്കറിയില്ല മുത്തശ്ശി. എന്താ കാര്യം? എന്താ അമ്മ? പ്രിയങ്ക നമ്മളെ ചതിച്ചു മോളെ. എന്താ അമ്മേ, എന്താ പറയുന്നത്? അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഞാനിവിടെ നിന്ന് പോവുകയാണ്. ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇന്ന് രാത്രി ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ഈ ചാൻസ് തട്ടിക്കളഞ്ഞ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിലേക്ക് എത്താൻ പറ്റില്ല. എന്നെ തിരക്കണ്ട. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയിട്ട് ഞാൻ ഒരിക്കൽ തിരിച്ചു വരും. പ്രിയങ്ക. എന്ത് ബുദ്ധിമോശ ദേവേട്ട അവളെ കാണിച്ചത്. ഇതെങ്ങനെ ആരോടെങ്കിലും പറയാൻ പറ്റോ? നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് തന്നെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. എന്താ അമ്മേ, ഇപ്പൊ അമ്മയ്ക്ക് പ്രിയങ്ക ന്യായീകരിക്കാനൊന്നുമില്ലേ? അവൾ ചെയ്യുന്ന ഓരോ തെറ്റിനും എല്ലാറ്റിനും കൂട്ടുനിന്ന അമ്മയല്ലേ? പ്രിയങ്ക മുറിയിലില്ലേ? മുറിയിലുമില്ല, ഈ വീട്ടിലെങ്ങുമില്ല. ഞാനും ചെറിയമ്മയും കൂടി ഇത്രയും നേരം തിരയായിരുന്നു. പൂജയ്ക്ക് പോകാനായി എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ വേണ്ടി മുറി ചെന്ന് നോക്കിയതാ, കണ്ടില്ല. ഇനി രാത്രി ഒറ്റയ്ക്കിരിക്കുന്നത് പേടിച്ച് ആരോടും പറയാതെ ഇറങ്ങി പോയോ? ഓ, അക്കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് വേവലാതി? കഷ്ടമുണ്ട് കൽപ്പന. ഓഹോ, എന്നാ പിന്നെ പ്രിയങ്ക എവിടെ? അമ്മാനെ പറ. പ്രിയങ്ക ചിലപ്പോ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. എങ്കിൽ പോയി പെട്ടെന്ന് വിളിച്ചോണ്ട് വാ പത്മിനി. പൂജ വൈകിക്കൂടാ. ശരി. അമ്മേ, പ്രിയങ്ക അവിടെ ഔട്ട് ഹൗസിലുണ്ടോ? നിങ്ങളോട് ചോദിച്ചാ കേട്ടില്ലേ? പ്രിയങ്ക ഇവിടെ കാണാനില്ല. അവിടെ ഇല്ലെങ്കിലേ അവളെ അന്വേഷിച്ചിറങ്ങാനാ. പ്രിയങ്ക മോൾ അവിടെ ഉണ്ട്. പൂജയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതെന്താ ഇവിടെ ഇരുന്നല്ലേ അവൾ ഒരുങ്ങേണ്ടത്? ആരോടും പറയാതെ അതെന്താ ഇങ്ങനൊരു മാറ്റം? ഔട്ട് ഹൗസിലുള്ളത് അന്യന്മാരൊന്നും അല്ലല്ലോ, അവളുടെ കുടുംബക്കാര് തന്നെയല്ലേ. അവൾ അവിടെ ഇരുന്ന് ഒരുങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം?
പ്രിയങ്കമോൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിൽ ഈ വരവും പോക്കും അത്ര പന്തിയല്ലല്ലോ. എന്തോ തിരുമറി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. എന്ത് തിരുമറി? ഏട്ടത്തി എന്തിനെങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? തിരുമറി എന്ന വാക്കിപ്പോ നിനക്ക് ഒട്ടും കേട്ടുടാത്തതാണോ? അല്ല, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ പറയുന്നതാണല്ലോ വിവാഹ മണ്ഡപത്തിൽ എന്തോ തിരുമറി നടന്നു, വിവാഹത്തിൽ എന്തോ തിരുമറി നടന്നു എന്നൊക്കെ. അപ്പൊ എന്താ ഈ വാക്കിന് ഓരോ കുഴപ്പമില്ലായിരുന്നോ?